ഗുഡ് മോർണിംഗ് എല്ലാവർക്കും. വെൽക്കം ടു ഹീലിംഗ് ലൈഫ് ടാരോ. ഓക്കെ, നമുക്കിന്ന് ഗൈഡൻസ് മെസ്സേജ് എടുക്കാൻ നിങ്ങളുടെ ഇതിൽ ഞാൻ നോക്കാൻ പോകുന്നത്, നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഓക്കെ, നമുക്ക് അതിന് എന്താണ് യൂണിവേഴ്സ് കാണിച്ചു തരുന്ന ഗൈഡൻസ് എന്ന് നമുക്ക് നോക്കാം. നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും ചോദ്യം അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു കൺഫ്യൂഷനായിട്ട്, ഒരു ഡൗട്ടായിട്ടൊക്കെ നിങ്ങളുടെ മനസ്സിൽ എന്തെങ്കിലും കിടക്കുന്നുണ്ടെങ്കിൽ ആ കാര്യത്തിനെ കുറിച്ച് നമുക്ക് യൂണിവേഴ്സ് എന്താ കാണിച്ചു തരുന്നത് നോക്കാം. ഏഞ്ചൽ ആൻസേഴ്സ് നമ്മൾ ഞാൻ എടുക്കും. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷനെ കുറിച്ചുള്ള യൂണിവേഴ്സ് നിങ്ങളുടെ മനസ്സിൽ ഒരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ അതെങ്ങനെ സോൾവ് ചെയ്യാം, ഓക്കെ, ആ കൺഫ്യൂഷൻ നിന്ന് നിങ്ങൾ എങ്ങനെ പുറത്തു വരാം, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ ചെയ്യേണ്ടത്, അതിനു വേണ്ടി നമുക്ക് യൂണിവേഴ്സിനോട് ഗൈഡൻസ് ചോദിക്കാം. ലെറ്റ്സ് സീ. ഓക്കെ, 10 of Cups ആണ് ഇവിടെ, King of Pentacles, Page of Swords, 6 of Cups, Ace of Swords and 8 of Pentacles ഉണ്ട് ഇവിടെ, Queen of Cups ഉണ്ട്. വെരി ഗുഡ്. ഞാൻ ഉദ്ദേശിച്ചത് നമ്മുടെ ജനറൽ റീഡിംഗ് ആയിട്ട് എടുക്കാനാണ്, പക്ഷെ ഇവിടെ കൂടുതലും എനിക്കൊരു റിലേഷൻഷിപ്പിൻ്റെ കാര്യം കാണുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി മാറ്റേഴ്സ് ആയിരിക്കാം, ഓക്കെ, ഫാമിലിയുടെ കാര്യമായിരിക്കാം, അല്ലെങ്കിൽ ജോലി, ഓക്കെ, ജോലിയുടെ അല്ല, കൂടുതലും എനിക്ക് കരിയറിൻ്റെ കാര്യമല്ല കാണുന്നത്, ഫാമിലിയുടെ കാര്യമാണ് കൂടുതലും. ഓക്കെ, കാരണം ഇവിടെ ഒരു മാരേജ് പ്രപ്പോസൽ അങ്ങനെ രീതിയിൽ തോന്നുന്നുണ്ട്. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾക്ക് ആരെയോ ഒരുപാട് ഇഷ്ടമുണ്ട്, ഓക്കെ, നിങ്ങൾ ഒരുപാട് സ്നേഹിക്കുന്ന ഒരു വ്യക്തിയുണ്ട് നിങ്ങളുടെ ലൈഫിൽ. ആൻഡ് ഇവിടെ നിങ്ങൾ അവർക്കൊരു പ്രപ്പോസൽ കൊടുക്കാൻ വേണ്ടി ചിന്തിക്കുന്നതായിരിക്കാം, അല്ലെങ്കിൽ അവരെ കയ്യിൽ നിന്ന് പ്രപ്പോസൽ കിട്ടുമോ എന്ന് ആലോചിക്കുന്നതായിരിക്കും. രണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടും നിങ്ങൾ മാറ്റിയെടുത്തോളൂ. ഓക്കെ, അവരെ കയ്യിൽ നിന്ന് ഒരു പ്രപ്പോസൽ വരുമോ, അതായത് അവർ നിങ്ങളെ പ്രപ്പോസ് ചെയ്യുമോ, അല്ലെങ്കിൽ ഒരു കമ്മിറ്റ്മെൻറ്റ് തരുമോ, റിലേഷൻഷിപ്പിൽ നിങ്ങൾ മുന്നോട്ട് പോകാൻ സാധിക്കുമോ എന്ന രീതിക്കുള്ള ചിന്തകളായിരിക്കാം ഇവിടെ. ഓക്കെ, മേ ബി നിങ്ങളായിരിക്കാം കമ്മിറ്റ്മെൻറ്റ് കൊടുക്കുന്നത്, ഞാൻ പറഞ്ഞ പോലെ, അല്ലെങ്കിൽ നിങ്ങൾ കമ്മിറ്റ്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യില്ലായിരിക്കാം. ഓക്കെ, ആ പേഴ്സൺ ഐ തിങ്ക് നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഒന്നാമത്തെ കാര്യം, പേജ് ഓഫ് സോർഡ്സ് എനർജി ഉണ്ട് ഇവിടെ. അവർ നിങ്ങളെ സ്റ്റോക്ക് ചെയ്യുന്നുണ്ട്. ഐ തിങ്ക് അവർ പക്ഷേ ഒരു ഡിസിഷൻ എടുക്കാൻ തയ്യാറാവുന്ന പോലെയാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, നിങ്ങളുടെ മനസ്സിലുള്ള ക്വസ്റ്റ്യൻ, അതായത് നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ഒരു സ്റ്റാൻഡ് എടുക്കുമോ എന്നാണെങ്കിൽ, ഇതിലുള്ള റിലേഷൻഷിപ്പ് അല്ല ഞാൻ എടുത്തത്, ബട്ട് വന്നത് ഇങ്ങനെയാണ്. മേ ബി നിങ്ങളുടെ മൈൻഡിൽ ഉള്ള ഒരു മെയിൻ കാര്യം ഇതിനെ ആയിരിക്കാം, അതുകൊണ്ടാണ് ഇതിലേക്ക് ഫോക്കസ് വന്നത്. ഓക്കെ, അല്ലാത്തവരെ ക്ഷമിക്കാനോട് ഇന്നത്തെ ദിവസം മേ ബി ഞാൻ അതിന് വേണ്ടി നോക്കാം, എന്തെങ്കിലും പറയാൻ ശ്രമിക്കാം കേട്ടോ, ജനറലായിട്ട് കൂടി. ഓക്കെ, നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും എന്നാണ് കാണുന്നത് എനിക്കിവിടെ മെയിനായിട്ട്. ഓക്കെ, അവർ നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് തരാൻ തയ്യാറാവുന്ന പോലെയാണ് കാണുന്നത്. നിങ്ങൾക്കൊരു കമ്മിറ്റ്മെൻറ്റ് വരുന്നുണ്ട് പേഴ്സൻ്റെ ഭാഗത്തു നിന്ന്. അതാരായാലും ശരി, നിങ്ങൾക്ക് ഓൾറെഡി നിങ്ങളുടെ ഹസ്ബൻഡോ വൈഫോ അങ്ങനെയാണെങ്കിലും അവരുടെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് കൂടുതൽ കമ്മിറ്റ്മെൻറ്റ് പ്രതീക്ഷിക്കാം. അല്ല, നിങ്ങൾക്ക് മാരീഡ് അല്ല, സിംഗിൾസ് ആണ്, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും നിങ്ങൾക്ക് ഒരു നിങ്ങൾ മീൻസ് സിംഗിൾസ് ആയാലും ശരി, റിലേഷൻഷിപ്പ് ആയാലും ശരി, എന്ത് തന്നെയായാലും നിങ്ങൾക്ക് ഒരു പേഴ്സൻ്റെ ഭാഗത്തു നിന്ന് കൂടുതൽ കമ്മിറ്റ്മെൻ്റ് ആയിട്ട് നിങ്ങൾക്ക് വരുന്നതാണ് കാണുന്നത്. ഓക്കെ, അവർ നിങ്ങൾക്ക് വേണ്ടി ഒരു ആക്ഷൻ എടുക്കുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. അതിൻ്റെ ഇവിടെ 10 of Cups ആൻഡ് Queen of, ഞാൻ പറഞ്ഞു, നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആയിട്ട് ഫീൽ ചെയ്യുന്നുണ്ട്. ഓക്കെ, ഈ കാര്യത്തിനെ കുറിച്ച് നിങ്ങൾ ഒരുപാട് ഇമോഷണൽ ആണ്. നിങ്ങളെ ശരിക്കും നിങ്ങൾക്ക് വളരെയധികം ഇഷ്ടമുള്ള ഒരു വ്യക്തിയായിരിക്കാം, അതുകൊണ്ടായിരിക്കും. ഓക്കെ, ആൻഡ് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ട് ഈ റിലേഷൻഷിപ്പ് മുന്നോട്ട് പോകണം, ഇതിൽ അവരും എഫേർട്ട് ഇടണം എന്ന രീതിക്ക് നിങ്ങളുടെ മനസ്സിൽ ആഗ്രഹം ഉണ്ടാവാം. ഐ തിങ്ക് അത് നിങ്ങൾ ആക്ഷൻ കാണാൻ പോകുന്നുണ്ട് പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, നിങ്ങൾ ആരെയും മിസ് ചെയ്യുന്നുണ്ട് എന്നും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, അപ്പം അതിൻ്റെ ഒരു മൂവ്മെൻറ്റ് നിങ്ങൾക്ക് കാണാൻ സാധിക്കും. ഓക്കെ, ഇവിടെ 10 of Cups എന്ന രീതിയിലാണ് നിങ്ങൾ ഫാമിലി പോലെ വളരെ ഹാപ്പി ആയിട്ട് നിങ്ങൾ ഫീൽ ചെയ്യുന്ന കാര്യമാണ് എനിക്ക് കാണുന്നത്. ആൻഡ് ഇവിടെ അഗെയിൻ 6 of Swords ഉണ്ട്. ഓക്കെ, 6 of Swords പറയുമ്പോൾ നമ്മൾ ചിലപ്പോൾ നിങ്ങളെ വിട്ടുപോയ ഏതെങ്കിലും പേഴ്സണെ ആയിരിക്കാം നിങ്ങൾ ആലോചിക്കുന്നത്, അവർ തിരിച്ചു വരും എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഓക്കെ, ഒരു റിയൂണിയൻ എന്ന രീതിക്ക് നമുക്ക് പറയാം. അല്ലെങ്കിൽ നിങ്ങൾ തമ്മിൽ ഓക്കെ മുന്നോട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോവുക എന്ന രീതിക്കും പറയാം. അതായത് നിങ്ങൾ തമ്മിൽ പീസ്ഫുൾ ആയിട്ട് നല്ല റിലേഷൻഷിപ്പായിട്ട് മുന്നോട്ട് പോകുന്നതും കാണുന്നുണ്ട്. ഓക്കെ, പേഴ്സണും നിങ്ങളുടെ റിലേഷൻഷിപ്പിൽ എഫേർട്ട് ഇടും. ഓക്കെ, അവർ വേണ്ട എഫേർട്ട് അവരും ചെയ്യാൻ തയ്യാറാവും. ഓക്കെ, ഏസ് ഓഫ് സോർട്സ് അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. നിങ്ങളത് വെയിറ്റ് ചെയ്യുകയാണെങ്കിൽ യെസ്, അവർ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. ആൻഡ് ഇവിടെ കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കും പേഴ്സൻ്റെ ഭാഗത്തുനിന്ന്. ഓക്കെ, ആൻഡ് ഇവിടെ ഡെത്ത് ആൻഡ് ഓക്കെ നൈറ്റ് ഓഫ് കപ്സ്, ഇതാ ഞാൻ പറഞ്ഞു, പേഴ്സൺ വരും തിരിച്ച്. ഓക്കെ, നിങ്ങൾ തമ്മിൽ എൻഡായി പോയ ഒരു സിറ്റുവേഷൻ ഉണ്ടെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് വരും. ഓക്കെ, ഇതിപ്പോൾ നിങ്ങളുടെ എക്സിനെ കുറിച്ചാണ് നിങ്ങൾ ചോദിക്കുന്നതെങ്കിൽ യെസ്, എക്സ് തിരിച്ച് വരാനുള്ള സാധ്യതയുണ്ട്. ഓൾറെഡി നിങ്ങൾ റിലേഷൻഷിപ്പ് എൻഡായി എന്ന് നിങ്ങൾ ചിന്തിക്കുന്നുണ്ടെങ്കിൽ ആ പേഴ്സൺ തിരിച്ച് വരും നിങ്ങളുടെ അടുത്ത്. ഓക്കെ, എനിക്ക് അങ്ങനെയാണ് കാണുന്നത്.
ഇതൊരു പുതിയ വ്യക്തിയല്ല, പാസ്റ്റിലെ വ്യക്തിയാണ്. പാസ്റ്റിലെ വ്യക്തി തിരിച്ചു വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. നിങ്ങൾ തമ്മിൽ എൻഡായി പോയിട്ടുണ്ടെങ്കിൽ, റിലേഷൻഷിപ്പ് എൻഡായി പോയി എന്നുണ്ടെങ്കിൽ അവർ തിരിച്ചു വരും. ഓക്കെ, നിങ്ങൾ തമ്മിൽ വീണ്ടും ഒരു റിയൂണിയൻ എന്ന രീതിക്കാണ് എനിക്ക് കാണുന്നത്. ഫാമിലി ആയിട്ട് വീണ്ടും ഹാപ്പി ആയിട്ട് നിങ്ങൾ ഇരിക്കുന്നതാണ് കാണുന്നത്. ഈവൻ നിങ്ങൾ ഓൾറെഡി മാരീഡ്, ഇപ്പോൾ നിങ്ങൾ ഡൈവേഴ്സോ വല്ലതൊക്കെ പ്ലാനായി അങ്ങനെ എന്തെങ്കിലും ഉണ്ടെങ്കിൽ പോലും ഐ തിങ്ക് അത് വീണ്ടും നിങ്ങൾ തമ്മിൽ റീയൂണൈറ്റ് ആവാനുള്ള സാധ്യതയാണ്. സിംഗിൾസ് ആണെങ്കിൽ യെസ്, നിങ്ങൾ ഇപ്പോൾ ആരെങ്കിലും ഇഷ്ടമുള്ള വ്യക്തി നിങ്ങൾ തമ്മിൽ ഇപ്പോൾ സെപ്പറേഷനിലൊക്കെ ആണെങ്കിൽ അവർ തിരിച്ചു വരുമെന്ന് പറയാം. ഓക്കെ, അല്ലാതെ ഈവൻ വേറെ റിലേഷൻഷിപ്പ് ആണെങ്കിലും ശരി, ലൈക്ക് നിങ്ങളുടെ പേഴ്സൻ്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾ കുറച്ചുകൂടി കമ്മിറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം. ഓക്കെ, ഞാൻ ജനറൽ കൂടി പറയാൻ ആലോചിക്കുകയാണ്. ഓക്കെ, ജനറലായിട്ട് നമ്മൾ സംസാരിക്കുകയാണെങ്കിൽ ഓക്കെ, നിങ്ങൾക്ക് ഒരു ജോലി കിട്ടുന്ന കാര്യം പറയാം. ഓക്കെ, ഇവിടെ ജനറലായിട്ട് നമ്മൾ സംസാരിക്കുമ്പോൾ നിങ്ങൾക്ക് ഒരു ജോലിയുടെ ഒരു കരിയറിൽ നിങ്ങൾക്ക് നല്ലൊരു അബണ്ടൻസ് വരുന്നതായിട്ട് പറയാം. ഓക്കെ, അതിനുവേണ്ടി നിങ്ങൾ ആക്ഷൻ എടുക്കുന്നതായിരിക്കാം. ഓക്കെ, വളരെ എനിക്ക് കുറച്ച് ഇതിൽ പറയാനുള്ളൂ. ജോലിയുടെ കരിയറിൻ്റെ കാര്യമാണെങ്കിൽ ഇവിടെ നിങ്ങൾക്ക് മേ ബി ഹെൽപ്പ് ചെയ്യാൻ നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്ന കാര്യമായിരിക്കും. ഓക്കെ, നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികൾ ഉണ്ടാവും എന്ന് പറയാം. ആൻഡ് ഇവിടെ ചിലവർക്ക് ഒരു മൂവിങ് എന്ന രീതിക്ക് എനിക്ക് തോന്നുന്നുണ്ട്. കരിയറിന് വേണ്ടി ചില മാറ്റങ്ങളായിരിക്കും, സ്ഥലം മാറ്റം, അങ്ങനത്തെ കാര്യങ്ങൾ വരുന്നുണ്ടാവാം. നിങ്ങൾക്കൊരു ഓഫർ വരുന്നതായിട്ടാണ് എനിക്ക് കാണുന്നത്. ഓക്കെ, ആ ഓഫർ നിങ്ങൾക്ക് വളരെയധികം അബണ്ടൻസ് നിങ്ങൾക്ക് കൊണ്ടുവരും എന്നും തോന്നുന്നുണ്ട്. ഫാമിലി ഒക്കെ നിങ്ങൾക്ക് ഹാപ്പി ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിക്കും. ഓക്കെ, നിങ്ങൾക്ക് ഐ തിങ്ക് നിങ്ങൾ കുറെ കൂടി സ്ട്രോങ് ആയിട്ട് ആക്ഷൻ എടുക്കുന്നതും കാണുന്നുണ്ട് എനിക്ക്. ഓക്കെ, നിങ്ങൾ വളരെ സ്ട്രോങ് ആയിട്ട് ഐ തിങ്ക് ഒരു തീരുമാനം എടുക്കും നിങ്ങൾ. ഓക്കെ, എന്താണ് വേണ്ടത് എന്നൊരു തീരുമാനം ഐ തിങ്ക് നിങ്ങൾ കൂടി വളരെ സ്ട്രോങ് ആവും. അത് നിങ്ങൾക്ക് ഹെൽപ്ഫുൾ ആയിരിക്കും. ആൻഡ് നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആക്ച്വലി എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട് ആൾക്കാർ. ഇപ്പോൾ കരിയറിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ്, നിങ്ങൾക്ക് ആരെങ്കിലും ഫ്രണ്ട്സ് ആരെങ്കിലും ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കാം. എന്നെ നിങ്ങളെ സപ്പോർട്ട് ചെയ്യുന്ന വ്യക്തികളുണ്ട് എന്ന് പറയാം. ഓക്കെ, അവരെ ത്രൂ മേ ബി നിങ്ങൾക്ക് വല്ല എന്തെങ്കിലും ഓഫർ വരുന്നതായിരിക്കാം. ആൻഡ് അത് നിങ്ങൾക്ക് നല്ലതായിരിക്കും. ഓക്കെ, നിങ്ങളുടെ ലൈഫിൽ തന്നെ ഒരു പുതിയ മാറ്റം എന്ന രീതിക്ക് നമുക്ക് പറയാം. ഡെത്ത് കാർഡ് നമുക്ക് എപ്പോഴും ട്രാൻസ്ഫോർമേഷൻ്റെ കാര്യമാണ്, ട്രാൻസിഷൻ്റെ കാര്യമാണ്. സോ നിങ്ങളുടെ ലൈഫിൽ ഒരു മാറ്റം എന്ന രീതിക്ക് നമുക്ക് എടുക്കാം. ജോലി കരിയറിലൊക്കെ നിങ്ങൾക്ക് എന്തെങ്കിലും നല്ലൊരു പൊസിഷൻ കിട്ടുക, നല്ലൊരു ആഗ്രഹിച്ച തരത്തിലൊരു ജോലി കിട്ടുക. ഓക്കെ, മണി വൈസ് ഐ തിങ്ക് നിങ്ങൾ വളരെയധികം അബണ്ടൻസിലേക്ക് വരാൻ പോകുന്നുണ്ട്. അതിനുവേണ്ടി ഹാർഡ് വർക്ക് നിങ്ങൾ ഐ തിങ്ക് ഓൾറെഡി ഹാർഡ് വർക്ക് നിങ്ങൾ ചെയ്തതിൻ്റെ ആയിരിക്കാം റിസൾട്ട്. നിങ്ങൾക്ക് നല്ല ഇഫക്റ്റ് നല്ല റിസൾട്ട്സ് വരും എന്ന് പറയാം. ആൻഡ് നിങ്ങൾക്ക് കുറച്ചുകൂടി കരിയറിൽ ഗ്രോത്ത് എന്ന രീതിക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് ഹാപ്പി ആക്കി വെക്കാൻ പറ്റും ഫാമിലിയൊക്കെ. ഓക്കെ, സോ ഐ തിങ്ക് രണ്ട് തരത്തിലും ഞാൻ പറയാൻ ശ്രമിച്ചതാണ്. ഓക്കെ, ലെറ്റ്സ് സീ കുറച്ച് നമ്മുടെ ഏഞ്ചൽ ആൻസേഴ്സും കൂടി ജസ്റ്റ് ഒന്ന് നോക്കിയേക്കാം. തിരിച്ചാണ് ഞാൻ പിടിച്ചിരിക്കുന്നത്, സോറി. ഓക്കെ, ഇതാ നോയസ് കാർഡ്സ് ആണ്. ഓക്കെ, സോറി, അത് ഫുൾ അങ്ങോട്ടും ഇങ്ങോട്ടും ആയിരുന്നു, അതുകൊണ്ടാണ് ഞാൻ സ്റ്റോപ്പ് ചെയ്ത ഇടയിൽ. ഓക്കെ ഓക്കെ, നിങ്ങൾക്ക് ഗൈഡൻസ് കൂടി ഇതിൽ നിന്ന് എടുക്കാം. ഓക്കെ, നിങ്ങളുടെ സിറ്റുവേഷൻ എന്തിനെക്കുറിച്ചാണ് വരുന്നത് നോക്കാം നമുക്ക്. എന്തിനെക്കുറിച്ചായാലും നിങ്ങളുടെ മനസ്സിലൊരു കൺഫ്യൂഷൻ അല്ലെങ്കിൽ എന്തെങ്കിലും ഡൗട്ട്, എന്തെങ്കിലും കാര്യങ്ങൾ ക്ലാരിറ്റി വേണമെങ്കിൽ അതിനെക്കുറിച്ച് നമുക്ക് എന്താ വരുന്നത് നോക്കാം. Okay, recovery, very good. You are ready. Remain positive. Let go. Unlikely. Ask for help from others. Yes, helpful people, very nice. ആൻഡ് ടേക്ക് ആക്ഷൻ. നമ്മൾ നേരത്തെ പറഞ്ഞ ഏസ് ഓഫ് സോർഡ്സിൻ്റെ കാര്യമാണ്. ഓക്കെ, നിങ്ങളോട് ആക്ഷൻ എടുക്കാൻ പറയുന്നുണ്ട് ഇവിടെ. ഓക്കെ, ഒന്നുമില്ലെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, നേരത്തെ പറഞ്ഞ പോലെ, നിങ്ങൾക്ക് ഇപ്പോൾ നമ്മൾ റിലേഷൻഷിപ്പിൻ്റെ കാര്യമാണെങ്കിൽ നിങ്ങളുടെ പേഴ്സൺ നിങ്ങൾക്ക് വേണ്ടി ആക്ഷൻ എടുക്കും. അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളായിട്ട് തന്നെ ആക്ഷൻ എടുക്കേണ്ട എന്തെങ്കിലും ഉണ്ടാവാം റിലേഷൻഷിപ്പിൻ്റെ കാര്യത്തിൽ. ഏതിലായാലും, ലൈക്ക് കരിയറിലായാലും എന്തിലായാലും നിങ്ങളുടെ ലൈഫിൽ എന്തെങ്കിലും ഒരു മാറ്റത്തിന് വേണ്ടി ചിലപ്പോൾ നിങ്ങൾ തന്നെ ആക്ഷൻ എടുക്കണമായിരിക്കും. ഓക്കെ, അത് നിങ്ങളോട് ഒരു അഡ്വൈസ് വരുന്നുണ്ട്. റിക്കവറി, യെസ്, നിങ്ങൾ തമ്മിൽ റിലേഷൻഷിപ്പിൻ്റെ കാര്യം പറയുകയാണെങ്കിൽ യെസ്, കാര്യങ്ങൾ ബെറ്റർ ആവും, നിങ്ങൾ എല്ലാം ശരിയായിട്ട് വരും. ജോലിയുടെ അങ്ങനത്തെ കാര്യം പറയുമ്പോഴും നിങ്ങൾക്ക് എന്തെങ്കിലും ഇപ്പോൾ ജോലി നഷ്ടപ്പെട്ടു, അല്ലെങ്കിൽ നിങ്ങൾ പുതിയ ജോലിക്ക് നോക്കുക, ജോലി സ്ഥലത്ത് എന്തെങ്കിലും പ്രശ്നം അങ്ങനെയൊക്കെ ഉണ്ടെങ്കിലും അവിടെയും നിങ്ങൾക്ക് റിക്കവറി എന്ന രീതിക്ക് കാണുന്നുണ്ട്. ഞാൻ നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ആസ്ക് ഫോർ ഹെൽപ്പ് ഫ്രം അതേഴ്സ് ആൻഡ് ഹെൽപ്ഫുൾ പീപ്പിൾ രണ്ടും ഉണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞ അതേ കാർഡ്സ് ആണ്. സോ നിങ്ങൾക്ക് ഹെൽപ്പ് ചെയ്യാൻ ആരും ഉണ്ട്. അതിപ്പോൾ റിലേഷൻഷിപ്പിലായാലും ശരി,
നിങ്ങൾക്ക് ലൈക്ക് കരിയറിൻ്റെ കാര്യത്തിലായാലും ശരി നിങ്ങളെ ഹെൽപ്പ് ചെയ്യാൻ ആൾക്കാരുണ്ട് എന്നാണ് പറയുന്നത്. ഓക്കെ, ആൻഡ് ഹെൽപ്പ് എടുക്കുക, ആരുടെയും മടിക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് ആർക്കെങ്കിലും നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ സോൾവ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ആരുടെയെങ്കിലും ഹെൽപ്പൊക്കെ നിങ്ങൾ ചോദിക്കുക. ഓക്കെ, ആൻഡ് ഇവിടെ യു ആർ റെഡി എന്ന് പറയുന്നുണ്ട്. നിങ്ങൾ ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ തയ്യാറാണ്. ഓക്കെ, യു ആർ റെഡി നൗ. ഓക്കെ, അതുകൊണ്ടാണ് നിങ്ങൾക്ക് യൂണിവേഴ്സ് ആ ബ്ലെസ്സിങ്സ് നിങ്ങൾക്ക് തരാൻ പോകുന്നത്. ഐ തിങ്ക് നിങ്ങൾ വളരെ പോസിറ്റീവായിട്ട് ചില കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ടാവും. ഓക്കെ, അതിൻ്റെയൊക്കെ ഒരു റിസൾട്ടാണ് ഞാൻ നേരത്തെ പറഞ്ഞത്. നിങ്ങൾ ഇടുന്ന എഫേർട്ടിൻ്റെ നല്ല റിസൾട്ട്സ് നിങ്ങൾക്ക് കിട്ടാൻ പോവുകയാണ്. ഓക്കെ, യു ആർ റെഡി ടു റിസീവ് ദി ബ്ലെസ്സിങ്. ഓക്കെ, ആക്ച്വലി ഇത് അഫർമേഷനായിട്ട് പറയാം. ഐ ആം റെഡി ടു റിസീവ് ദ ബ്ലെസ്സിങ്സ് എന്ന് പറയാം. ഓക്കെ, ഞാൻ തയ്യാറാണ്, എനിക്ക് വരുന്ന ബ്ലെസ്സിങ്സ് റിസീവ് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് നിങ്ങൾ അഫേം ചെയ്യാം. ഓക്കെ, കുറേ തവണ പറഞ്ഞുകൊണ്ടിരിക്കുക. ആൻഡ് റിമെയിൻ പോസിറ്റീവ്. യെസ്, വളരെ പോസിറ്റീവായിട്ട് ഇരിക്കുക. നിങ്ങൾ എല്ലാം നല്ലത് തന്നെ വരും. ഡോണ്ട് വറി. ലെറ്റ് ഗോ എന്ന് പറയുന്നുണ്ട്. ടെൻഷൻ അങ്ങനത്തെ കാര്യങ്ങളെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ടെൻഷൻ, നെഗറ്റീവ് തോട്ട്സ്, പേടികൾ, അതൊക്കെ ഒന്നും നിങ്ങൾ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, പാസ്റ്റിൽ എന്തെങ്കിലും നടന്ന കാര്യങ്ങൾ നിങ്ങളുടെ മനസ്സിൽ ഒരു വിഷമം തോന്നുന്നുണ്ടെങ്കിൽ, അതായത് മുമ്പ് ഇങ്ങനെ നടന്നല്ലോ അതുപോലെ നടന്നാലോ എന്നുള്ള ചിന്തകളൊന്നും വെക്കാതിരിക്കുക. പാസ്റ്റിനെ ലെറ്റ് ഗോ ചെയ്യുക. ഓക്കെ, ഫ്യൂച്ചറിലേക്ക് നല്ലത് വരുന്നുണ്ട്, പോസിറ്റീവായിട്ടാണ്. ആൻഡ് ഇവിടെ അൺലൈക്ലി എന്ന് പറയുന്നുണ്ട് നിങ്ങളുടെ. പക്ഷേ ഇതെനിക്കിവിടെ നെഗറ്റീവായിട്ടല്ല തോന്നുന്നത്. ഐ തിങ്ക് നിങ്ങളുടെ മൈൻഡിൽ എന്തെങ്കിലും നെഗറ്റീവ് തോട്ട്സ് ഉണ്ടെങ്കിൽ അതൊന്നും നടക്കില്ല എന്ന രീതിയിലാണ്. പേടിക്കേണ്ട. ഓക്കെ, നിങ്ങൾ പേടിക്കേണ്ട ആവശ്യമില്ല. പോസിറ്റീവായ കാര്യങ്ങൾ തന്നെ നടക്കും. നിങ്ങൾ എന്തെങ്കിലും നെഗറ്റീവായിട്ട് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അതിനെയാണ് നോ എന്ന് പറയുന്നത് ഇവിടെ യൂണിവേഴ്സ്. ഓക്കെ, എനിക്ക് അങ്ങനെ തോന്നുള്ളൂ, കാരണം ബാക്കി എല്ലാം പോസിറ്റീവാണ്, അതുകൊണ്ടാണ്. ഓക്കെ, സോ നിങ്ങൾ മൈൻഡ് വളരെ ഹാപ്പി ആക്കി വെക്കുക, പോസിറ്റീവ് ആക്കി വെക്കുക. എല്ലാം നല്ലത് വരുമെന്ന് വിശ്വാസം വെക്കുക. അതിപ്പോൾ ബന്ധങ്ങളിലായാലും ശരി, കരിയറിൻ്റെ കാര്യത്തിലായാലും ശരി, ഫാമിലി എന്ത് തന്നെ കാര്യത്തിലായാലും ഓക്കെ, നിങ്ങൾക്കെല്ലാം ബ്ലെസ്സിങ്സ് വരും തീർച്ചയായിട്ടും. ആൻഡ് യെസ്, നിങ്ങൾ ചില ആക്ഷൻസ് ഐ തിങ്ക് എടുക്കാനുണ്ട്. ഒന്ന് ലെറ്റ് ഗോ നിങ്ങൾ ചെയ്യണം. ഇങ്ങനത്തെ 1-2 കാര്യങ്ങൾ നിങ്ങളോട് യൂണിവേഴ്സ് പറയുന്നുണ്ട്. ഓക്കെ, പോസിറ്റീവായിട്ടിരിക്കുക, എല്ലാം നടക്കും. ഓക്കെ, ആക്ഷൻ നിങ്ങളുടെ ഭാഗത്തു നിന്നായിരിക്കാം, അല്ലെങ്കിൽ ചിലപ്പോൾ വേറെ ആരുടെയെങ്കിലും ആക്ഷൻസ് കൊണ്ട് നിങ്ങൾക്ക് നല്ലത് വരും എന്നും പറയാം. ഓക്കെ, സോ എല്ലാവർക്കും നല്ലൊരു ദിവസം ആയിരിക്കട്ടെ. നന്ദി, നമസ്കാരം.